നമസ്കാരം. പാലക്കാട് പ്രശാന്ത് ശിവന്റെ കയ്യിൽ നിന്ന് കരണക്കുറ്റിക്ക് കണക്കിന് കിട്ടിയ ആർഷോയ്ക്ക് നാണം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ആർഷോയ്ക്ക് കിട്ടിയ തല്ല് ആർഷോയ്ക്ക് കിട്ടിയതല്ല, മറിച്ച് പ്രസ്ഥാനത്തിന് കിട്ടിയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അടി CPM-നുണ്ടാക്കിയ നാണക്കേട് ചില്ലറയൊന്നുമല്ല. ഇത്രയും കാലം തിണ്ണമെടുക്ക് കാട്ടി നടന്ന ഒരു പാർട്ടി, എവിടെയും ആർക്കുമേലും മെക്കിട്ട് കയറാൻ ലൈസൻസ് ഉണ്ടെന്ന് കരുതിയ പാർട്ടി, പ്രത്യേകിച്ച് അധികാരമുള്ളപ്പോൾ, അങ്ങനെ തെരുവ് ഗുണ്ടായിസവും ആർക്കെതിരെയും എന്തും ചെയ്യാമെന്നുള്ള ഹുങ്കുമായി നടന്ന ഒരു പാർട്ടിയുടെ യുവ നേതാവിനെയാണ് ഒരു നിമിഷം കൊണ്ട് അടിച്ച് ഇഞ്ചിപ്പരുവമാക്കിയത് BJP-യുടെ ജില്ലാ പ്രസിഡന്റ്. പ്രശാന്ത് ശിവൻ ആർഷോയെ മർദ്ദിച്ചോ ഇല്ലയോ എന്ന ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ കാട്ടൂ, അടിക്കുന്ന ദൃശ്യം കാട്ടൂ, കരണക്കുറ്റിക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ കാട്ടൂ, ഇതൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സൈബർ സഖാക്കന്മാർ തിരഞ്ഞിരുന്നത്. പിന്നാലെ അർജുൻ ആയങ്കി രംഗത്ത് വരുന്നു. പ്രശാന്ത് ശിവന് കൊട്ടേഷൻ നൽകുന്നു. CPM-ന് ഒരു സ്ലീപ്പർ സെല്ലുണ്ടെന്നും അതിപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണെന്നും അതിനെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണെന്നും ഭരണമുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഉറങ്ങുന്നതെന്നും ഏത് നിമിഷം വേണമെങ്കിലും അത് ഉണരാമെന്നും അത് ഉണർന്നു കഴിഞ്ഞാൽ പ്രശാന്ത് ശിവന്റെ കാര്യം കട്ടപ്പുകയാണെന്നുമാണ് അർജുൻ ആയങ്കി പറഞ്ഞത്. അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ സടകുടഞ്ഞെണീറ്റു സൈബർ സഖാക്കന്മാർ. അവർ പറഞ്ഞു, പ്രശാന്ത് ശിവന് ഇനി അധിക കാലമില്ല. പ്രശാന്ത് ശിവനെ ഏത് നിമിഷവും എവിടെയിട്ടും കൊട്ടേഷൻ ചെയ്യും. അതിന് ഞങ്ങൾക്ക് ടീമുകളുണ്ട്. PM ആർഷോയുടെ മാനം പോയത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം PM ആർഷോ അന്ന് ആ അടി കൊണ്ട ശേഷം PM ആർഷോയുടെ മുഖഭാവം കാണണമായിരുന്നു. നീ എന്നെ അടിച്ചല്ലോ, ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ മുഴുവൻ ഇമേജ് നഷ്ടപ്പെടുത്തിയല്ലോ. AYF-ന്റെ ആ വനിതാ നേതാവിനോട് ഇത്രയും പരസ്യമായ ഒരു വെല്ലുവിളി നടത്തിയ കേരളത്തിലെ ഗവർണറെ ഇറങ്ങി വാടാ, തന്നെ കാണിച്ചു തരണമെന്ന് പറഞ്ഞ നിരവധി കേസുകളിൽ പ്രതിയായ ജയിലിൽ കിടന്നിട്ടുള്ള തന്റെ വീരശൂര പരാക്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാതെ ആയിരുന്നല്ലോ അന്ന് രാത്രി കോട്ടമൈതാനത്ത് വെച്ച് എന്റെ ചിറിയിൽ കുത്തിയത്, കരണക്കുറ്റി നോക്കി ഒരെണ്ണം തന്നത്. ഇത് എന്തിനായിരുന്നു എന്നായിരുന്നു ആർഷോയുടെ മുഖഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഇപ്പോൾ ഇതാ പ്രശാന്ത് ശിവനെതിരെ ഉഗ്ര കോപം പൂണ്ടിരിക്കുകയാണ് സൈബർ ഇടങ്ങളിലെ സഖാക്കന്മാർ. PM ആർഷോ എന്ന വിഗ്രഹം വീണുടഞ്ഞിരിക്കുന്നു. PM ആർഷോ എന്ന വിഗ്രഹത്തെ തല്ലി ഉടച്ചിരിക്കുന്നു പാലക്കാട് ഒരു ചെറുപ്പക്കാരൻ. ഇനി പ്രശാന്ത് ശിവൻ ഒന്ന് തെരുവിലിറങ്ങി നോക്ക്, അപ്പോ ഞങ്ങൾ കാണിച്ചു തരാം എന്താണ് ഞങ്ങളുടെ ശക്തിയെന്ന്. എന്തായാലും ആർഷോയെ അടിക്ക് ശേഷമൊന്നും പുറത്താരും കണ്ടിട്ടില്ലെന്നാണ് കരക്കമ്പി. എന്തായാലും പേരിനെങ്കിലും പ്രശാന്ത് ശിവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാൽ മാത്രമേ നാണക്കേട് മായൂ എന്നാണ് ഇപ്പോൾ സഖാക്കന്മാർ അടക്കം പറയുന്നത്. ഇനി ബാക്കി കാത്തിരുന്ന് തന്നെ കാണണം.